ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് വിക്കിയുടെ ശാശാപ്രോ മൂക്കുത്തി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയാനായിട്ടുള്ള പലരും നമസ്കാരം. ഞാൻ നിന്റെ തന്തയാടാ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തിരിച്ചു പറഞ്ഞില്ലേ മോശമല്ലേ, നമ്മൾ ആമ്പിള്ളേരല്ലേ. ഞാനും തിരിച്ചു പറഞ്ഞു. ഇവൻ്റെ സ്വന്തം സമ്മാനത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഇതിലേക്ക് അയച്ചു കൊടുത്തു. ഷസാം ബ്രോയുടെ ഫാൻസും അതുപോലെ തന്നെ എല്ലാം ഫേക്ക് അക്കൗണ്ടാണ്. എന്നെ തെറി വിളിക്കണത്, എന്നെ പബ്ലിക്കായിട്ട് ഒന്ന് തെറി വിളിക്കണതാണെങ്കിലും വിക്കി എന്നെ താവൂട്ടി തെറി വിളിച്ചു. അതെനിക്ക് നല്ലോണം കൊണ്ടു. എനിക്ക് എല്ലാവരും നിന്ന് എനിക്കൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയാണോ എൻ്റെ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും കാണിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു പെണ്ണാണ് അവളൊരു അങ്ങനെയാണ് ഒരു സ്ത്രീയെ കളിയാക്കി വിളിക്കാൻ പറ്റുക. ഇപ്പോൾ ഇവളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം മെയിൻ ആയിട്ടുള്ള ആള് ഷസാം ബ്രോയാണ്. ഞാൻ ഒരിക്കലും അല്ലെന്ന് പറയില്ല, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തെറി പറഞ്ഞാൽ പോലും ഇവൻ എൻ്റെ കണ്ടന്റിൽ തെറി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പോലീസുകാരന്മാർ വരെ ഫാൻസ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഷസാമിനെ ഇഷ്ടപ്പെടാത്ത കാരണം എനിക്കറിയത്തില്ല. ഷസാം എൻ്റെ ആ വീഡിയോ റിയാക്ട് ചെയ്ത ഒറ്റ കാരണത്തിൽ ഇന്ന് എൻ്റെ ലൈഫ് ഭയങ്കര ശോകമായിട്ടാണ് പോകുന്നത്, സത്യം പറയാം. ഈ വെറൈറ്റി എന്ന് പറയുന്നത് ആളുകളെ മോശം ബാഡ് വേർഡ്സ്, അതായത് മലയാളത്തിൽ പറഞ്ഞ തെറി, അതിനെങ്ങനെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുക? ഞാൻ ആരും തെറി വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കണ്ടന്റ് അകത്ത് മാത്രം പറയുന്ന തെറിയാണ്. നമ്മുടെ കേരളത്തിൽ ഈ 3.5 കോടി ജനങ്ങളും തെറി വിളിക്കാത്തൊരു മനുഷ്യന്മാരും വലിയ കേരളത്തിലല്ലോ. എന്താണ് ഷസാമുമായിട്ടുള്ള ഇഷ്യൂ? എല്ലാവരും അവൻ നല്ലൊരു പേഴ്സണാന്ന് പറയണം, ഷസാം ഈസ് എ ഗ്രേറ്റ് ജെന്റിൽമാൻ എന്നൊക്കെ പറയണം. ഒരിക്കലും പറ്റില്ലാത്ത കാര്യം, ഉള്ള കാര്യം പറയാലോ. ഒരാൾ തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇയാൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലേ, കാണണ്ട, പൊക്കോട്ടെ. ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടായി, അല്ലെങ്കിൽ ആരും കാണണ്ട. ഞാൻ ഇന്നലെ എൻ്റെ മിനിങ്ങാന്ന് ഞാൻ പ്ലാൻ ചെയ്തു, എന്താണ് വീട്ടിലാരുമില്ല, അപ്പം ആ സമയത്ത് നൈസിന് എറുന്നുള്ള മൈൻഡായിരുന്നു എൻ്റെ. ഇത് പകയാണ് എന്നാണോ പറയുന്നത്? അയ്യോ തീർച്ചയായും. സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ നല്ല പേടിയുണ്ട്. ഉള്ളതിനും പറയാൻ കുഴപ്പമില്ല. കാരണം എല്ലാവരും പറയുന്നത് ഷസാം പാവാടാ, ഷസാം അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ സത്യം പറയാലോ വെച്ച് ഇയാളെ നമ്മൾ പേഴ്സണലി ഹേർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിൽ വരെ പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സംശയമുണ്ട്. ഉള്ള കാര്യം പറയാലോ. അവന് പേഴ്സണലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത്രയും ഫെയിമായിട്ട് നിൽക്കുന്ന ആളല്ലേ. ഷസാം കാരണമാണ് ഞാനിപ്പോൾ ഫെയിമായിട്ട് നിൽക്കുന്നത്. ഷസാം കാരണമാണ് എനിക്ക് ഇത്ര റീച്ച് ഉണ്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പം അപ്പോൾ മൂക്കുത്തി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഷസാം ബ്രോയിനെ തെറി വിളിച്ചിട്ടാണ് ഇൻട്രോ തുടങ്ങുന്നതിന്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഇൻട്രോ ഒന്ന് ഹൈപ്പിലേക്ക് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി തെറി വിളിച്ചിട്ട് തുടങ്ങുന്നത്. പിന്നെ ഈ ഒരു വ്യക്തി സെൽഫ് മോട്ടിവേഷൻ സ്പീച്ചാണ് നടത്തുന്നത്. ആ ഒരു ഇതിൽ ഇത് ഒരു ഇൻസ്റ്റാഗ്രാം പേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഷസാം ബ്രോ കയറി വന്നിട്ട് ഈ ഒരു വ്യക്തി ഷസാമിനെ തെറി വിളിച്ചു. അത് മോശമായിട്ടുള്ള വേർഡ്സാണ് വിളിച്ചിട്ടുള്ളത്. അത് നമ്മളിവിടെ പറയുന്നില്ല. അച്ഛനൊക്കെ വിളിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടതും അതാണ്. പിന്നെ ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്നും ഇൻ്റർവ്യൂകളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ ഈ വ്യക്തി ആ ഷസാം ബ്രോയിനെ മാത്രം പിടിച്ചിട്ട് ഒരു സ്ത്രീയും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വിക്കിറ്റൊക്കെ അതിന് എതിരെ നിന്ന് ഇപ്പോൾ ഫ്രണ്ട്സായി എന്നാണ് പറയുന്നത് ഈ ഒരു വ്യക്തി. പിന്നെ വിക്കിറ്റൊക്കെ പിന്നെ നമുക്കറിയാലോ എന്താണ് വിളിക്കുക, അതൊക്കെ ആ തെറികളൊക്കെ വേണ്ടത് ഈ ഒരു ബ്രോയിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബ്രോ ഫ്രണ്ടാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷസാം ബ്രോയിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഷസാം ഇത്തിരി ഫേമൊക്കെ കൂടി ആളത്തിരി വളർന്ന് വലുതായി നിൽക്കാറുണ്ട്. അത് കാരണം കൊണ്ട് ആണ് തോന്നുന്നു. ഇതൊരു കണ്ടന്റ് മേക്കിംഗ് ആണ്. ഇത് എനിക്ക് അത്രയും പറയാനുള്ളൂ. ഇത് ഈ ഒരു മൂക്കുത്തിൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത്. എന്തായാലും ഈ ഒരു വ്യക്തി ചെയ്തത് എന്തായാലും മോശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഷസാം ബ്രോ അത് ജസ്റ്റ് വിട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നമ്മൾ സീക്രട്ട് ഏജൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ ജസ്റ്റ് വിടാനാണ് കണ്ടന്റ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തായാലും ഒരു കണ്ടന്റ് മേക്ക് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി പരാമർശിക്കുന്നുണ്ട്. ഒരു ഗെയിമറായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് ഒരു കളിക്കാരിയാണ് എന്നാണ് പറയുന്നത്. അത് ഗെയിമർ ആണ് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു വ്യക്തി എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു ഗെയിമറാണെങ്കിൽ ഗെയിമറാണ് എന്ന് പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഈ ഒരു വ്യക്തിയിൽ പേഴ്സണലി ആരെയും പ്രകോപിപ്പിക്കാനോ മറ്റുള്ളതിനോ പോയിട്ടില്ല. ഡിസപ്പോർട്ടഡ്.